നൂറ അനുമോളടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താണ് വെസൽ ക്ലെയിം ചെയ്യാത്തത്, നീ എന്താണ് ഡ്യൂട്ടി ചെയ്യാത്തത്, നീ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയില്ലേ, കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയില്ലേ, ഇപ്പോൾ വെസൽ ക്ലീൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, നൈറ്റ് ചെയ്യാമെന്ന് അനുമോൾ പറയുന്നത്. അപ്പം നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഒരു ക്യാപ്റ്റനായിട്ടാണ് ചോദിക്കുന്നത്, നീ ഇത്ര അഹങ്കാരം പാടില്ല. അപ്പോൾ അനുമോളോട് ഇപ്പോഴാണ് നിൻ്റെ സ്വഭാവം മനസ്സിലാവുന്നത്, ഇത്രയും നാൾ നിൻ്റെ സ്വഭാവം അറിയാതാണ് ഞങ്ങൾ നിന്നതെന്ന് പറയുന്നത്. അപ്പം ആ അനുമോള് പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ, ഇപ്പം എനിക്കും മനസ്സിലായി, ആ ദൈവമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ അറിഞ്ഞത് നിൻ്റെ സ്വഭാവം, നിൻ്റെ മനസ്സ് മൊത്തം കരട്, അതാ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അതിലേക്ക് ഭയങ്കര വയലൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. അനുമോൾ ഒന്നും പറയുന്നില്ല. നൂറ ഇവരെ എല്ലാവരും കൂടെ ഒന്നിച്ചാണ്. പിന്നെ നിവിൻ പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഷാനവാസ് വരുന്നത്. ഷാനവാസ് വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താ ഡ്യൂട്ടി ചെയ്യാത്തത്, നിൻ്റെ ഡ്യൂട്ടിയല്ലേ അത്, നീ ഏത് ടീമിൽ പോയാലും നീ ചെയ്യത്തില്ലെന്ന് പറയുന്ന കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് സംസാരിക്കുന്നു. എല്ലാവരും കൂട്ടത്തോടെ ഇളകി വന്നിട്ട് സംസാരിക്കുകയാണ്. അനുമോൾ ആർക്കും മറുപടി പറയുന്നില്ല. അനുമോള് ഒന്നും പറയാതെ അനുമോൾ ഒരു ഇരിപ്പിരിക്കുകയാണ്. അതിലെ നൂറേ അങ്ങ് വാദോരാതെ സംസാരിക്കുകയാണ്. ഞങ്ങൾ നിൻ്റെ പുറകെ നടന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമെന്നില്ലേ പറഞ്ഞത്, നീ നട്ടലുള്ളവരാണെങ്കിൽ പറയണം, അത് ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ പറയണം എന്നൊക്കെയാണ് പറയുന്നത്. അതിലെ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം പോലും ഫ്രണ്ടായിട്ടിരുന്ന കണക്കല്ല അതിലയുടെ സംസാരം. ഇത്രയും ദിവസം അനുമോൾ എന്നേ ഈ ഫ്രണ്ട്ഷിപ്പ് കളയേണ്ടതായിരുന്നു സത്യത്തിൽ. നിന്നെ നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ പറയുന്ന ഇവളെ നമുക്കാണ് മനസ്സിലായത്, നമുക്ക് ദൈവം കാണിച്ചു തന്നെയാണ് എന്നൊക്കെയാണ് ആദില പറയുന്നത്. നിവിൻ പറയുന്നു, വെസൽ ടീമിൽ വന്ന വെസൽ കഴുകണ്ടേ, കഴിഞ്ഞ ആഴ്ച ഇത് കണക്കുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ മാത്രം ചെയ്യണം എല്ലാ ജോലിയും, അനുമോൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജോലി ചെയ്യും. അപ്പം നൂറ പറയുന്നത്, ഞാൻ ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ലേ മോളെ, നീ അനുസരിക്കത്തില്ലേ, നൂറ ചോദിക്കുകയാണ്. നീ ഇന്നും എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാവരും. അനുമോൾ ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം ആദ്യം നൂറ ഒറ്റയ്ക്ക് വന്നപ്പം അനുമോൾ മറുപടി കൊടുത്തു. പിന്നെ ആളംഗങ്ങൾ കൂടിയപ്പം അനുമോൾ സൈലൻ്റായി. ഇപ്പം അനുമോൾ ഒന്നും മിണ്ടുന്നില്ല. ഷാനവാസ് കിടന്ന് സംസാരിക്കുന്ന, അക്ബർ വന്ന് സംസാരിക്കുന്ന, അനുമോൾ ആരോടും സംസാരിക്കുന്നില്ല. അനുമോൾക്ക് മടുത്ത് സത്യം പറഞ്ഞ അതന്നെ. എന്തുവാ ഇത്, എല്ലാവരോടും ഒരാളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന. ഇപ്പം നൂറ പറഞ്ഞാൽ അത് ശരിയാ, ഓക്കെ, ക്യാപ്റ്റൻ വന്ന് പറയുന്നത്. ആദില ക്യാപ്റ്റനാണോ? എന്തൊരു സംസാരമാണ്. ഷാനവാസ് എന്തിനാണ് സംസാരിക്കുന്നത്? ഇവർക്കൊക്കെ ന്യായമില്ലേ? ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ അനുമോളല്ലേ. അപ്പോൾ അനുമോൾ ഉച്ചക്കലത്തെ ഡ്യൂട്ടി ചെയ്തില്ലേ, ഇനി ഇപ്പോഴത്തെ ഡ്യൂട്ടിയും ചെയ്യണം. ഉച്ചക്കലത്തെ പാത്രമാണ് അവിടെ കഴുകാൻ കിടക്കുന്നത്, ആ പാത്രം കഴുകണം. പിന്നെ വൈകിട്ടത്തെ പാത്രം കഴുകണം. അതെന്താണ് അങ്ങനെ? അപ്പോൾ അവിടെ ഒരു ജോലിയും ചെയ്യാതിരുന്ന അതിൽ എന്താണ്ട് കഴിവൊന്നുമില്ല. അതിലേക്ക് ആ പാത്രം കഴുകി കുക്ക് ചെയ്യാമല്ലോ. അനുമോളല്ലേ കിച്ചണിൽ കുക്ക് ചെയ്തത്. അതിലാകപ്പാടെ തേങ്ങ മാത്രമാണ് തിരുമ്മി കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റന്മാർ 3 ഈ ആഴ്ച ക്യാപ്റ്റന്മാർ 2. അതിലെ നൂറയും ക്യാപ്റ്റനാണ്. അനുമോൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയല്ല, ഇങ്ങോട്ട് വന്നിട്ടാണ് അനുമോളുടെ വായിൽ നിന്ന് ഒന്ന് കിട്ടുമ്പോൾ അതിൽ പിടിച്ച് കയറി സംസാരിക്കുന്നത്. ഇപ്പോഴും അനുമോൾ ഒറ്റയ്ക്ക് ഒരിടത്ത് വന്നിരുന്നതാണ്. അതിലെ നൂറയും കൂടാണ് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. നേരത്തെയും അനുമോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ആ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോഴും അതിലെയാണ് പുറകെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്.